ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം. യോശുവ അധ്യായം 13 ബൈബിൾ ക്വിസ്. യോശുവ വൃദ്ധനായപ്പോൾ യഹോവ അവനോട് എന്താണ് അരുളി ചെയ്തത്? നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ഏതൊക്കെ ദേശങ്ങളാണ് ഇനിയും കൈവശമാക്കുവാൻ ശേഷിച്ചിരിക്കുന്നത്? ഫെലിസ്ത്യരുടെ എല്ലാ ദേശങ്ങളും, യശൂര്യരുടെ എല്ലാ പ്രദേശങ്ങളും, മിസ്രയീമിന്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർ വരെയുള്ള ഫെലിസ്ത്യ ദേശങ്ങളൊക്കെയും, ഗാസ, അസ്തോദ്, അസ്കലോൺ, ഗത്ത്, എക്രോൻ എന്നീ 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേശവും. തെക്ക് അവ്വരും അഫേക്ക് വരെയും അമ്മോര്യരുടെ അതിർ വരെയുമുള്ള കനാന്യരുടെ ദേശമൊക്കെയും, സീദോന്യർക്കുള്ള മെയാരയും ഗിബല്യരുടെ ദേശവും, കിഴക്ക് ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹാമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബാനോൻ ഒക്കെയും. ലെബാനോൻ മുതൽ മിസ്രഫോത്ത് മയിം വരെയുള്ള പർവ്വതവാസികളൊക്കെയും എല്ലാ സീദോന്യരും. ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരുടെ ദേശങ്ങൾ ഏതെല്ലാം? ഗാസ, അസ്തോദ്, അസ്കലോൻ, ഗത്ത്, എക്രോൻ. സീദോന്യർക്കുള്ള ദേശം ഏതാണ്? മെയാര്. അമ്മോര്യരുടെ അതിർ ഏതാണ്? അഫേക്വ. കിഴക്ക് ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിലുള്ള സ്ഥലം ഏതാണ്? ബാൽഗാദ്. ലെബാനോൻ മുതൽ മിസ്രഫോത്ത് മയിം വരെയുള്ള മലനാട്ടിൽ ആരാണ് താമസിച്ചിരുന്നത്? പർവ്വതവാസികളൊക്കെയും എല്ലാ സീദോന്യരും. പർവ്വതവാസികളൊക്കെയും എല്ലാ സീദോന്യരും എവിടെ താമസിച്ചിരുന്നു? ലെബാനോൻ മുതൽ മിസ്രഫോത്ത് മയിം വരെ. ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ അത് ഇസ്രായേലിന് അവകാശമായി വിഭാഗിച്ചാൽ മതിയെന്ന് യോശുവയോട് പറഞ്ഞത് ആരാണ്? യഹോവ. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ എന്ത് ചെയ്താൽ മതിയെന്നാണ് യഹോവ യോശുവയോട് കൽപ്പിച്ചത്? നീ ഇസ്രായേലിനെ അത് അവകാശമായി വിഭാഗിച്ചാൽ മതി. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ അത് ആർക്ക് അവകാശമായി വിഭാഗിച്ചാൽ മതി എന്നാണ് യഹോവ യോശുവയോട് പറഞ്ഞത്? ഇസ്രായേലിന്. യോർദാൻ നദിയുടെ പടിഞ്ഞാറുള്ള ഈ ദേശം എത്ര ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിക്കുക എന്നാണ് യഹോവ യോശുവയോട് കൽപ്പിച്ചത്? 9 ഗോത്രങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും. യോർദാൻ അക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം യഹോവയുടെ ദാസനായ മോശെ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നത് ആരാണ്? രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും.
രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും മോശെ അവർക്ക് യോർദാൻ അക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശ ദേശങ്ങൾ ഏതെല്ലാമായിരുന്നു? അമ്മോന്യരുടെ അതിർ വരെ ഹെശ്ബോനിൽ വാണിരുന്ന അമ്മോര്യ രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും ഗിലെയാദും ഗെശൂര്യരുടെയും മഖാത്യരുടെയും ദേശവും ഹെർമോൻ പർവ്വതമൊക്കെയും സൽക്ക വരെയുള്ള ബാശാൻ മുഴുവനും അസ്തരോത്തിലും എദ്രയിലും വാണവനും മലന്മാരിൽ ശേഷിച്ചവനുമായ ബാശാനിലെ ഓഗിന്റെ രാജ്യമൊക്കെയും മലന്മാരിൽ ശേഷിച്ചിരുന്നവൻ ആരാണ്? ഓഗ്. ഇവരെ മോശ തോൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരുന്നു. ആരെ? മലന്മാരിൽ ശേഷിച്ചിരുന്നവരെ. ഇസ്രായേൽ മക്കൾ ആരെ നീക്കിക്കളഞ്ഞില്ല? ഗെശൂര്യരെയും മാഖാത്യരെയും. അവർ ഇന്നുവരെയും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പാർക്കുന്നു. ആര്? ഗെശൂര്യരും മാഖാത്യരും. ലേവി ഗോത്രത്തിന്റെ അവകാശം എന്തായിരുന്നു? ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ അവരുടെ അവകാശം ആകുന്നു. രൂബേൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അവകാശം കൊടുത്തതാര്? മോശ. രൂബേൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി മോശ കൊടുത്ത അവകാശ ദേശങ്ങൾ ഏതെല്ലാം? അർന്നോൻ താഴ്വരയുടെ അറ്റത്തെ ആരോവേറും താഴ്വരയുടെ നടുവിലെ പട്ടണവും മുതൽ മെദബായോട് ചേർന്ന സമഭൂമി മുഴുവനും, ഹെശ്ബോനും സമഭൂമിയിലുള്ള അതിൻ്റെ എല്ലാ പട്ടണങ്ങളും, ദീബോനും ബാമോത്ത് ബാലും ബേത് ബാൽ മെയോനും ഹസ്സയും കെദേമോത്തും മേഫാത്തും കിര്യത്തീമും സിപ്മയും സമഭൂമിയിലെ മലയിലുള്ള സേരത്ത് ഷഹരും ബേത് പെയോരും പിസ്ഗ ചരിവുകളും ബേത് ഷെയിമോത്തും സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഹെശ്ബോനിൽ വാണിരുന്ന അമ്മോര്യ രാജാവായ സീഹാന്റെ രാജ്യമൊക്കെയും. മോശ സംഹരിച്ച സീഹോന്റെ പുത്രന്മാരായി ദേശത്ത് പാർത്തിരുന്ന മിദ്യാന പ്രഭുക്കന്മാർ ആരെല്ലാം? ഏവി, രക്കം, സൂർ, ഹൂർ, രേബ. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ആരെയും വാൾ കൊണ്ട് കൊന്നു? ബെയോരിന്റെ മകനായ ബിലെയാം എന്ന പ്രശ്നക്കാരനെയും. രൂബേന്യരുടെ അതിർ എന്തായിരുന്നു? യോർദാൻ ആയിരുന്നു. പിന്നെ മോശ കുടുംബം കുടുംബമായി ആർക്ക് അവകാശം കൊടുത്തു? ഗാദ് ഗോത്രത്തിന്. ഗാദ് ഗോത്രത്തിന് കുടുംബം കുടുംബമായി ലഭിച്ച അവകാശ ദേശങ്ങൾ ഏതെല്ലാം?
യസേരും ഗിലെയാദിലെ എല്ലാ പട്ടണങ്ങളും രബ്ബയുടെ നേരെയുള്ള ആരോവർ വരെ അമ്മോന്യരുടെ പാതിദേശവും ഹെശ്ബോൻ മുതൽ രാമത്ത് മിസ്മയും ബെതോമിനീമും വരെയും മഹനീയം മുതൽ ദെബേരിൻ്റെ അതിർ വരെയും താഴ്വരയിൽ ഹെശ്ബോൻ രാജാവായ സീഹോൻ്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേത് ഹാരാം, ബേത് നിമ്രാം, സൂക്കോത്ത്, സാഫാൻ എന്നിവയും. മനശ്ശെയുടെ പാതി ഗോത്രത്തിനുള്ള കുടുംബമായി ലഭിച്ച അവകാശദേശങ്ങൾ ഏതെല്ലാം? മഹനീം മുതൽ ബാശാൻ മുഴുവനും, ബാശാൻ രാജാവായ ഓഗിൻ്റെ രാജ്യമൊക്കെയും, ബാശാനിൽ യായീരിൻ്റെ 60 പട്ടണങ്ങളും, പാതി ഗിലെയാദും, ബാശാനിലെ ഓഗിൻ്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്തരോത്ത്, എദ്രെയി എന്നിവയും. മഹനയീം മുതൽ ബാശാൻ മുഴുവനും, ബാശാൻ രാജാവായ ഓഗിൻ്റെ രാജ്യമൊക്കെയും, ബാശാനിൽ യായീരിൻ്റെ 60 പട്ടണങ്ങളും, പാതി ഗിലെയാദും, ബാശാനിലെ ഓഗിൻ്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്തരോത്ത്, എദ്രെയി എന്നിവയും ലഭിച്ചത് ആർക്കാണ്? മനശ്ശെയുടെ മകനായ മാഖീരിൻ്റെ മക്കൾക്ക്, മാഖീരിൻ്റെ മക്കളിൽ പാതി പേർക്ക്. മനശ്ശെയുടെ മകൻ ആരായിരുന്നു? മാഖീർ. മനശ്ശെയുടെ മകനായ മാഖീരിൻ്റെ മക്കൾക്ക്, മാഖീരിൻ്റെ മക്കളിൽ പാതി പേർക്ക് മോശെ അവകാശം ഭാഗിച്ചു കൊടുത്തത് എവിടെ വെച്ച്? യെരിഹോവിന് കിഴക്ക് യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.